വളരെ വളരെ പ്രധാനപ്പെട്ട സാധനങ്ങളിലൊന്നാണ്. എങ്ങനെയാണ് വിരുദ്ധാഹാരങ്ങൾ രൂപാന്തരപ്പെടുന്നത്? അത് സ്രോതസ്സുകളെ ദുഷിപ്പിക്കും, ദോഷങ്ങളെ ദുഷിപ്പിക്കും, ധാതുക്കളെ ദുഷിപ്പിക്കും. ദുഷിച്ച ദോഷങ്ങളും ധാതുക്കളും കൂടി മലങ്ങളെ ദുഷിപ്പിക്കും. ആ മലങ്ങൾ മലായനങ്ങളെ ദുഷിപ്പിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് വിരുദ്ധാഹാരം ആമവാദമുണ്ടാക്കും, ആമവിഷമുണ്ടാവും, അഗ്നിമാന്ദ്യമുണ്ടാവും, സ്രോതസ്സുകളെ അടയ്ക്കും, ധാതുവിനെ ദുഷിപ്പിക്കും. രക്തത്തെ ദുഷിപ്പിക്കും, മരണത്തെ ഉണ്ടാക്കും. ധാതുവിനെ ദുഷിപ്പിക്കും, ധാതുഗത രോഗങ്ങളുണ്ടാക്കും. ഇവയെല്ലാം വെച്ച് വളരെ ഗംഭീരമായി ചരകം ഭദ്രകാപ്യത്തിൽ വിരുദ്ധാഹാരങ്ങളെ നിർണയിക്കുന്നുണ്ട്. അത് ആത്രേയൻ പറഞ്ഞതിന് പ്രകാരം പറഞ്ഞാൽ ദേശം, കാലം, അഗ്നി, മാത്ര, സാൽമ്യം, ദോഷം, സംസ്കാരം, വീര്യം, കോഷ്ടം, അവസ്ഥ, ക്രമം, പരിഹാരം, ഉപചാരം, പാകം, സംയോഗം, ഹൃദയം, ശുഭഗുണം, വിധി എന്നിവയ്ക്ക് വിരുദ്ധമായതെല്ലാം അഹിതമാണ്. അതാണ് അതിനെ പൊതുവെ പറഞ്ഞത്. ഒന്ന്, അതുകൊണ്ട് ദേശവിരുദ്ധം. ഒരു ദേശത്ത് താമസിച്ചുകൊണ്ട് ജാങ്കലദേശത്തോ മരുപ്രദേശത്തോ താമസിക്കുന്നവർ രൂക്ഷങ്ങളും തീഷ്ണങ്ങളുമായ ഗുണങ്ങളുള്ള ഔഷധമോ ആഹാരമോ സേവിക്കുന്നതും അനൂപദേശത്തുള്ളവർ സ്നിഗ്ധശീതാദി ഔഷധങ്ങളോ ആഹാരമോ സേവിക്കുന്നതും ദേശവിരുദ്ധമാണ്. അതുകൊണ്ട് പഴയ ആളുകൾ നിർബന്ധമാക്കിയത് 100 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നിന്നേ കഴിക്കാവൂ. പുതിയ നിയമം വരാൻ പോവുകയാണ്. ഇതൊക്കെ ആ പുസ്തകത്തിൽ കിടക്കുമെന്ന് വിചാരിക്കണ്ട. WHO ഈ നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. രോഗം വർദ്ധിച്ചതുകൊണ്ട് ഇറക്കുമതിയൊക്കെ നിർത്താൻ പോവുകയാണ് എല്ലാ രാജ്യങ്ങളുടെയും. അങ്ങനെ തീരുമാനം എടുത്താൽ ആദ്യം പട്ടിണിയാകുന്ന ദേശം കേരളമായിരിക്കും. നമുക്കിവിടെ തിന്നാൻ റബ്ബർ കുരു മാത്രമേ. ഇല്ല, പട്ടി തിന്നുന്നുണ്ട്. പിന്നെ എണ്ണ കമ്പനികൾ കൊണ്ടുപോകും, അത് കുറേയൊക്കെ നിങ്ങൾ കുടിക്കുന്നുണ്ട്. പിന്നെ റബ്ബറെണ്ണ നിങ്ങൾ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പപ്പടം കാച്ചുമ്പോൾ അതുകൊണ്ടല്ലേ പപ്പടം കാച്ചിയ എണ്ണ കറുത്തിരിക്കുന്നത്? ഒന്ന്, റബ്ബറെണ്ണയുടെ സംയോഗവും, 2 പപ്പടത്തിന് ചേർക്കുന്ന അലക്കുകാരവും. ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതുവരെ മനസ്സിലായിട്ടില്ല. സോഡക്കാരല്ല ചേർക്കുന്നേ, പപ്പടക്കാരല്ല, അലക്കുകാരം. പപ്പടക്കാരൻ നിങ്ങളുടെ കടയിൽ വന്ന് വാങ്ങിക്കാൻ പറ്റുമോ? എല്ലാ പാലക്കാട്ടെ പപ്പടക്കാരനും നിങ്ങളുടെ കടയിൽ വന്ന് അലക്കുകാരമാണ്. നിങ്ങൾ ആരോടും പറയത്തുമില്ല. കാരണം ഇവനോട് ചോദിക്കുക, ഇതിന് മാത്രം തുണി അലക്കാനുണ്ടോ? അവൻ തുണി അലക്കുകാരനല്ലല്ലോ. മുഴുവൻ പപ്പടത്തിനാവും. അത് അടുപ്പിലേക്ക് ഇടുമ്പോൾ അറിയാം, കാരം മൊരിയുന്ന മണം വരും. 2, എണ്ണ കറുത്തിരിക്കും. ആ പപ്പടം തിന്നുമ്പോൾ നാവിൽ അതിൻ്റെ ക്ഷാരം ഉണ്ടാവും. ഒരു 5 പപ്പടം വെച്ച് നിങ്ങളുടെ പിള്ളേർ തിന്നാൽ അതിൻ്റെ ക്ഷാരം കാരണം അവൻ വന്ധ്യനായി മാറും. അത് ചിലരൊക്കെ നമ്പൂരി പറഞ്ഞ പോലെയാണ്. പപ്പടം എനിക്ക് വലിയ ഇഷ്ടമാണ്. എത്ര എണ്ണം കഴിക്കും? ഒരു 50 വരെ. 50 പച്ചയാണെങ്കിൽ. കാച്ചിയാൽ ഇത്രയൊന്നും അല്ലെന്ന്. ആ സൈസിൽ കഴിച്ച് പിള്ളേരുണ്ടാകണമെന്ന് വിചാരിച്ച് നടന്നാൽ വല്ല പ്രയോജനമുണ്ടോ? പിന്നെ വല്ല മെഡിക്കൽ കോളേജിലും പോയി വല്ല അവിടെ പഠിക്കുന്ന പിള്ളേരുടെയോ
പിയൂണിൻ്റെയും ഒക്കെ പിള്ളേരെ വളർത്താവുന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് കാലം. എന്താ ചിരിക്കുന്ന? ശാസ്ത്രീയമായി നിങ്ങൾക്ക് തരുന്നതാണ്. അതിനുള്ളതായി ബോർഡ് മുഴുവൻ NH നോക്കിയ മുഴുവൻ ബോർഡാ ഇങ്ങോട്ട് പോരാൻ. ഒരു ഖേദവും വേണ്ട, ഞങ്ങളിതൊക്കെ റെഡിയാക്കി തന്നേക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം കിട്ടുന്ന കാലം. പണ്ടുള്ളവർ പറയുമായിരുന്നു അച്ഛനെയും അമ്മയും വരെ കുന്നംകുളം ചന്തയിൽ കിട്ടുമെന്ന്. ഇപ്പൊ ചന്തയ്ക്കൊന്നും പോകണ്ട, ആശുപത്രിയിലോട്ട് പോയാണ്. ആ കാലമായി. അതുകൊണ്ട് ഇത് ദേശവിരുദ്ധം. അത് പിടികിട്ടി. 2 കാലവിരുദ്ധം. ശീതകാലത്ത് ശീതരൂക്ഷാദി ആഹാരങ്ങൾ ശീലിക്കുന്നതും ഉഷ്ണകാലത്ത് കടുരസവും ഉഷ്ണവീര്യവുമുള്ള ആഹാരം കഴിക്കുന്നതും കാലവിരുദ്ധമാവും. 18 വിരുദ്ധങ്ങളാണ് ചരകാചാര്യൻ പറഞ്ഞത്. വിരുദ്ധത്തിൻ്റെ ഫലം ഞാൻ ആദ്യം എടുത്തതാണ്, ഓർമ്മയുണ്ടാവും. വിരുദ്ധം കൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ കെമിസ്ട്രി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിൽ വിരുദ്ധം അഗ്നിവിരുദ്ധം, മാത്രാവിരുദ്ധം, സാൽമ്യവിരുദ്ധം, വാതാദിദോഷവിരുദ്ധം, സംസ്കാരവിരുദ്ധം, വീര്യവിരുദ്ധം, കോഷ്ടവിരുദ്ധം, ഉപചാരവിരുദ്ധം എന്നിങ്ങനെ ഒരുപാട് വിരുദ്ധങ്ങൾ, വിരുദ്ധ ആഹാരങ്ങളുടെ നീണ്ട പട്ടിക. ഇതെല്ലാം വളരെ ഗംഭീരമായി ഈ അധ്യായത്തിൽ അദ്ദേഹം നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ഈ വിരുദ്ധങ്ങളെയെല്ലാം നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവയും കൂടെ നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. അതിൽ ഒരു കാര്യം മാത്രം പ്രധാനമായി ഓർമ്മിപ്പിച്ച് ഞാൻ നിർത്താം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ക്വിസ് അവർ നടത്തുന്നുണ്ട്. ഒരു ചെറിയ ക്വിസ്, 2-3 ചോദ്യം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് കൂടാതെ കുകലപാചിതം, കർപ്പരപാചിതം, ഭ്രാഷ്ടപാചിതം, അങ്കാരപാചിതം, ഇങ്ങനത് പാകവും പറഞ്ഞിട്ടുണ്ട്. ആവിയിലുണ്ടാക്കുന്നതാണ് കുകലപാചിതം. പുട്ട്, ഇടിയപ്പം, ഇഡലിയൊക്കെ. കർപ്പരപാചിതം ചൂട് പിടിപ്പിച്ച പാത്രത്തിൽ ഉണ്ടാക്കുന്ന ദോശ, അപ്പം മുതലായവ. ഭ്രാഷ്ടപാചിതം വറട്ടിയെടുക്കുന്നത്, കടുക് വറുത്തും മറ്റും എടുക്കുന്നത്. കന്ദപാചിതം ചൂളയിൽ ചുട്ടെടുക്കുന്നത്. അങ്കാരപാചിതം കനലിൽ നേരിട്ട് ചുട്ടെടുക്കുന്നത്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന പോലല്ല സംഭവം. ആവിയിലേതിനേക്കാൾ ഉത്തമം, അതായത് ഇഡലിയേക്കാൾ ഉത്തമം അപ്പവും ദോശയും ഒക്കെയാണ്. കർപ്പരഭാജിതമാണ്. അതിനേക്കാൾ നല്ലതാണ് ഭ്രാഷ്ടപാചിതം, കടുക് വറുത്തെടുക്കുന്ന സാധനം, എണ്ണയിൽ വറുത്തെടുക്കുന്ന സാധനം. കന്ദപാചിതം അതിനേക്കാൾ നല്ലതാണ്, ചൂളയിൽ ചുട്ടെടുക്കുന്നത്. അതിനേക്കാൾ ഉത്തമമാണ് കനലിൽ ചുട്ടെടുക്കുന്നത്. ഏറ്റവും മോശം ആവിയിലെയാണ്. അതാണ് നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ. ഏതേത്? അത് ഏറ്റവും അവസാനം പറഞ്ഞതല്ലേ? അല്ല, ചൂളയിൽ ചുട്ടെടുക്കുന്നത് കന്ദപാചി. അതിനേക്കാൾ ഉത്തമമാണ് നേരിട്ട് കനലിൽ. ഏതായാലും ഇത്രയും സമയം നിങ്ങളിരുന്നു. ഞാൻ അന്നത്തെക്കുറിച്ചുള്ള വളരെ കുറച്ച് കാര്യങ്ങളെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. എല്ലാം പറഞ്ഞൊന്നും ധരിക്കരുത്. വിരുദ്ധാഹാരങ്ങൾ ഒട്ടു വളരെയാണ്. തേനും നെയ്യും സമമായി എടുത്താൽ വിരുദ്ധമാണ്. അത് മാത്രാവിരുദ്ധമാണ്. അതുപോലെ തന്നെ ഈ കമ്പുകളിലും മറ്റും കോർത്തുണ്ടാക്കുമ്പോൾ മയിലിൻ്റെ മാംസവും മറ്റും ആവണക്കിൻ്റെ തണ്ടിലൊക്കെ കോർത്ത് പഴയ ആളുകൾ കഴിക്കുമായിരുന്നു. അത് വിരുദ്ധമാണ്. തൈരും മീനും, പാലും മീനും, പാലും മുതിരയും, പാലും ചക്കപ്പഴവും ഒക്കെ വിരുദ്ധമാണ്. പുളിയുള്ള പദാർത്ഥങ്ങളും പാലും വിരുദ്ധമാണ്.
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അടിക്കുന്ന എല്ലാ ഷെയ്ക്കും നിങ്ങളുടെ ആരോഗ്യം ഷെയ്ക്കാകാൻ പറ്റിയതാണ്. പിള്ളേരൊരിക്കലും മറ്റേ ഷെയ്ക്കാകുകയില്ല. മനസ്സിലായോ എന്നറിയില്ല. അങ്ങനെ വിരുദ്ധങ്ങൾ ഒട്ടേറെ നമുക്ക് അവയ്ക്ക് വേണ്ടി ഇതിൻ്റെ സംഘാടകർ താല്പര്യപ്പെടുമെങ്കിൽ, നിങ്ങൾക്ക് നന്നായി ബോധിച്ചു എങ്കിൽ നിങ്ങൾ അവരോട് പറയുക, അതൊരു രണ്ടാം ഭാഗമായി ഞാൻ വെച്ചു തരാം. കാരണം ഭാരതത്തിൻ്റെ അറിവിൻ്റെ ഖനി 10,000-ഓ 50,000-ഓ കൊല്ലം കൊണ്ട് വറ്റാത്ത ഉറവയുള്ളതാണ്. പഠിക്കാൻ സാമാന്യ ബുദ്ധി പോരാ. പിന്നെ ഒരു ചോദ്യം ബാക്കി വരും, യാതൊരു ഉപകരണവുമില്ലാത്ത അന്ന് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ കൈകൂപ്പി പറയാം, ഉത്തരമില്ല. കാരണം അന്ന് കീറിയ കല്ലുകൾ, അന്ന് ഉയർത്തിവെച്ച ഒറ്റക്കൽ തൂണുകൾ, നിങ്ങൾ ഇവിടുന്ന് ആർക്കിടെക്ചറൽ അത്ഭുതങ്ങൾ കാണാൻ വേലൂരേക്ക് പോകുമെങ്കിൽ അവിടെ ഒരു സ്തൂപത്തിനടിയിലൂടെ നിങ്ങൾക്കൊരു പേപ്പറോ ഒരു നൂലോ മാറ്റാം. അപ്പോൾ അതെവിടെയാണ് നിൽക്കുന്നത്? ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെല്ലാം നിറഞ്ഞ ഒരു രാജ്യത്ത് ജനിക്കാനിടയായെങ്കിലും സ്വന്തം രാജ്യത്തോടും സ്വന്തം മാതൃത്വത്തോടും അഭിമാനമില്ലാതാവുകയും അന്യ രാജ്യത്തിൻ്റെ സംസ്കൃതിയോട് അങ്ങേയറ്റത്തെ അഭിമാനം പുലർത്തുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ട് അന്യരാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു ജനതയുടെ വൃത്തിഹീനമായ ജീവിതമായി മാറിയിട്ടുള്ള ഒരു രാജ്യത്ത് അല്പമെങ്കിലും എൻ്റെ വാക്കുകൾ നിങ്ങളുടെ പൈതൃകത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഇട നൽകിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനമ്മമാർ ചരിതാർത്ഥ്യരായിരിക്കും. കാരണം ഞാനിതെല്ലാം അവരുടെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. വളർത്തിയ നിമിഷങ്ങളിൽ സ്വന്തം നാടിനോട്, സ്വന്തം ശാസ്ത്രത്തോട് അങ്ങേറ്റത്തെ അഭിമാനം വെച്ച് പുലർത്തിയ മാതാപിതാക്കളിൽ ഒപ്പം ജീവിക്കുവാനും ആ അഭിമാനമുള്ള ആചാര്യന്മാരിൽ നിന്ന് പഠിക്കുവാനും, പഠിച്ചത് വിഷമിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ പ്രയോഗിച്ചു നോക്കി സാർത്ഥകമാണെന്ന് ബോധ്യപ്പെടുവാനും ഇടയാക്കിയ അഹൈതുക കൃപാമൂർത്തിയായ ജഗദീശ്വരൻ്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിങ്ങൾക്ക് വേദന തോന്നുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റേതാണ്, എൻ്റേത് മാത്രമാണ്. ശിക്ഷ എന്നിൽ ഒതുക്കേണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നല്ലത് എന്തെങ്കിലും എൻ്റെ നാവിൽ നിന്ന് നിങ്ങൾ കേട്ടുവെങ്കിൽ അതെൻ്റെ അച്ഛനമ്മമാരുടെയും പൂർവികരുടെയും എൻ്റെ ആചാര്യവര്യന്മാരുടെയും ഒസ്യത്താണ്. നമസ്കാരങ്ങൾ അവരുടെ പാദാന്തികത്തിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്